ഹായ് ചിൽഡ്രൻ, 10th സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ ബയോളജി ആൻഡ് ടെക്നോളജി എന്ന ചാപ്റ്ററിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി ഈസ് കറക്റ്റ്? റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. Restriction enzymes are used to cut the DNA of an organism. അതായത് ഒരു ജീവിയുടെ DNA മുറിക്കാൻ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ഉപയോഗിക്കുന്നു. 2. Ligase enzymes join the cut DNA fragments together. ലിഗേസ് എൻസൈം മുറിച്ച DNA കഷ്ണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. 3. വെക്ടേഴ്സ് ആർ യൂഷ്വലി ബാക്ടീരിയൽ പ്ലാസ്മിഡ്സ്. വാഹകരെ സാധാരണയായി ബാക്ടീരിയയിലെ പ്ലാസ്മിഡുകൾ ആണ്. 4th one, when recombinant DNA enters a host cell, it does not replicate. ആതിഥേയ കോശത്തിൽ റീകോമ്പിനൻ്റ് DNA അഥവാ പുതിയ DNA പ്രവേശിച്ചാൽ അത് സ്വന്തമായി പെരുകില്ല. ആൻസർ ബി, അതായത് 1, 2 and 3 only. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഐഡൻറ്റിഫൈ A, B and C and choose the correct option. A, B, C എന്നിവ തിരിച്ചറിഞ്ഞ് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. A. Technology that joins together DNA segments from 2 or more different organisms. 2 അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ച് ചേർക്കുന്ന സാങ്കേതിക വിദ്യ. B. A technology used to locate genes in DNA. DNAയിൽ ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ. C. A technology used to identify individuals by analyzing the arrangement of nucleotides in DNA. DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ. 1. A recombinant DNA technology. B. Gene mapping. C. DNA fingerprinting. അതായത് എ റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയാണ്. ദെൻ ബി ജീൻ മാപ്പിംഗ്. സി DNA fingerprinting. Answer first one. Third question, what is the importance of the host cell in recombinant DNA technology? Analyze how this technology would be limited if there were no host cells. അതായത് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ ആതിഥേയ കോശത്തിൻ്റെ പ്രാധാന്യം എന്ത്? ആതിഥേയ കോശമില്ലായിരുന്നെങ്കിൽ ഈ സാങ്കേതിക വിദ്യ എങ്ങനെ പരിമിതപ്പെടുമെന്ന് വിശകലനം ചെയ്യുക. ആൻസർ, റീകോമ്പിനൻ്റ് DNA ടെക്നോളജി combines DNA segments from 2 or more different organisms to form recombinant DNA. Recombinant DNA is introduced into
a host cell. Without host cell, the recombinant DNA would have no place to function. In our book, page number 162, it has written, രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ചു ചേർത്ത് റീകോമ്പിനൻ്റ് DNA രൂപപ്പെടുത്തുന്ന ജൈവ സാങ്കേതിക വിദ്യയാണ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി. ഓക്കെ, ഇതിൽ ഈ റീകോമ്പിനൻ്റ് DNA അഥവാ പുതിയ DNA ആതിഥേയ ജീവിയുടെ കോശത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആതിഥേയ കോശം ഇല്ലാത്ത പക്ഷം ഇത്തരം പുതിയ റീകോമ്പിനൻ്റ് DNAക്ക് യഥാർത്ഥത്തിൽ ഇതിലൊരു ഫങ്ഷനും ഇല്ല. ഇത് വിശദമായിട്ട് തന്നെ നമ്മുടെ പുസ്തകത്തിൽ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. Fourth question, analyze how the information provided by Human Genome Project will help in the future development of recombinant DNA technology, CRISPR editing technology and AI in biology. അതായത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് നൽകുന്ന വിവരങ്ങൾ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, ക്രിസ്പർ എഡിറ്റിംഗ് സാങ്കേതികവിദ്യ, ജീവശാസ്ത്രത്തിലെ AI എന്നിവ ഭാവി വികാസത്തിന് എങ്ങനെ സഹായകമാകുമെന്ന് വിശകലനം ചെയ്യുക. ആൻസർ: ജീനോം is the sum total of all genetic materials in an organism. ഇത് HGP or Human Genome Project accurately provides the position and functions of human genes. So, gene disorders can be easily and precisely identified. Through CRISPR editing, the defective part can be removed and recombinant DNA technology can be used to insert a new gene in its place. It is possible to make design needed for producing new proteins with the help of AI. ഒരു ജീവിയുടെ ജനിതക വസ്തുക്കളുടെ ആകെ തുകയാണ് ജീനോം. അതുപോലെ തന്നെ മനുഷ്യനിലെ ജീനുകളുടെ സ്ഥാനവും ധർമ്മവും എല്ലാം വളരെ കൃത്യമായി നൽകാൻ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വഴി സാധ്യമാണ്. അതിനാൽ ജനിതക വൈകല്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധ്യമാണ്. അതുപോലെ ക്രിസ്പർ എഡിറ്റിങ്ങിലൂടെ നമുക്ക് വൈകല്യമുള്ള ഡിഫക്റ്റീവായിട്ടുള്ള ഭാഗങ്ങളെ നീക്കം ചെയ്യുന്നതിനും പുതിയ റീകോമ്പിനൻ്റ് DNAകളെ അതിൽ പുതിയ DNA ഈ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ചേർക്കുന്നതിനും സാധ്യമാണ്. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, how can the use of genome data be helpful in prescribing drugs that are appropriate for the patient? അതായത് രോഗിക്ക് അനുയോജ്യമായ രീതിയിൽ മരുന്നുകൾ നിർദ്ദേശിക്കുന്നതിന് ജീനോം വിവരങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെ സഹായകമാവുന്നു? ഒരു വ്യക്തിയുടെ മിക്ക അസുഖങ്ങളും അവൻ്റെ ജീനോമുമായിട്ട്, ജീനുകളുടെ ആകെ തുക അല്ലെ, ആ ജീനോമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ ജീനോമുകളെ അപഗ്രഥിക്കുക വഴി, പരിശോധിക്കുക വഴി
എന്ത് ചെയ്യുന്നു? നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതി. നെക്സ്റ്റ് 6th question. Analyze the fundamental similarities and differences between recombinant DNA technology and gene therapy. അതായത് റീകോമ്പിനൻ്റ് DNA സാങ്കേതിക വിദ്യയും ജീൻ തെറാപ്പിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ സാമ്യങ്ങളും വ്യത്യാസങ്ങളും വിശകലനം ചെയ്യുക. Gene therapy is the method of treating diseases by removing the defective genes and replacing them with functional genes. The same method of removing or replacing genes are taking place in recombinant DNA technology also. But the recombinant DNA technology is not limited to the field of medicine alone. It is applied to all sectors such as agriculture, food production and industry. അതായത് തകരാറുള്ള ജീനുകളെ നീക്കം ചെയ്ത് പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ കോശങ്ങളിൽ എത്തിച്ച് രോഗങ്ങളെ ചികിത്സിക്കുന്ന രീതിയാണ് ജീൻ തെറാപ്പി. ഇതേ പ്രക്രിയയാണ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത് എങ്കിലും അത് ഒരു മേഖലയിലേക്ക് മാത്രം, അതായത് മെഡിസിൻ മേഖലയിലേക്ക് മാത്രമായി ഒതുങ്ങുന്നതല്ല, മറിച്ച് അത് കൃഷിയിലും ഭക്ഷ്യോൽപാദനത്തിലും വ്യവസായ രംഗത്തും എല്ലാം വ്യാപിച്ച് കിടക്കുന്നു. നെക്സ്റ്റ് 7th question. Observe the illustration and answer the questions. ചിത്രം തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് ആൻസർ കണ്ടെത്താം. Name the technology indicated in the illustration. B. Identify the name A and B. C. What is the role of A and B? അതായത് ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രീകരണത്തിൽ സൂചിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? എ ബി എന്നിവ എന്തെന്ന് തിരിച്ചറിഞ്ഞ് പേരെഴുതുക. എ ബി എന്നിവയുടെ ധർമ്മമെന്ത്? ടെക്നോളജി ഈസ് CRISPR technology and A is gRNA, B is Cas9. Then C, the role of A and B. എന്താണ്? The guide RNA precisely identifies the DNA segments which are to be cut. The Cas9 enzyme cuts the DNA segments identified by the gRNA. അതായത് മുറിച്ചു മാറ്റേണ്ട DNA സെഗ്മെൻറ്റ്സ് അഥവാ കഷ്ണങ്ങളെ കൃത്യമായി തിരിച്ചറിയുന്നത് gRNA അഥവാ ഗൈഡ് RNA ആണ്. അതുപോലെ തന്നെ gRNA തിരിച്ചറിഞ്ഞ DNA കഷ്ണങ്ങളെ മുറിക്കുന്നത് Cas9 എൻസൈമും ആകുന്നു. ഇതാണ് ഇവയുടെ ഫങ്ഷൻ. 8th question. Imagine that you have received a DNA fingerprinting report in a forensic case. Explain how the perpetrator can be identified by analyzing the patterns in this report. How can this technology be used to identify the unidentified dead bodies found in natural disasters?
അതായത് ഒരു ഫോറൻസിക് കേസിലെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് സങ്കല്പിക്കുക. ഈ റിപ്പോർട്ടിലെ പാറ്റേണുകൾ വിശകലനം ചെയ്ത് എങ്ങനെയാണ് കുറ്റവാളിയെ തിരിച്ചറിയുന്നതെന്ന് വിശദീകരിക്കുക. പ്രകൃതി ദുരന്തത്തിലെ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ആരുടേതെന്ന് കണ്ടെത്തുന്നതിന് എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്? ആൻസർ: The DNA extracted from the hair, skin, blood, body fluids, or from any other parts of the body obtained from the site of the crime can be compared with the DNA of the suspected person in a forensic case. That is, the sequence of the nucleotides in each person vary. Then, second question of the 8th question itself, its answer: more resemblance can be seen in the DNA patterns of the parents, their offsprings, and siblings. In case of natural disasters, DNA can be extracted from the bones, teeth, hair, and soft tissues of dead body. This can be compared with the DNA samples from their relatives. Based on the similarity, it is possible to accurately determine whose body it is. ഓരോ വ്യക്തിയിലെയും ന്യൂക്ലിയോടൈഡുകളുടെ പാറ്റേണുകൾ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ സംശയാസ്പദമായ വ്യക്തിയുടെ ഫോറൻസിക് കേസിലെ പാറ്റേണുകൾ ന്യൂക്ലിയോടൈഡുകളുടെ പാറ്റേണുകൾ നോക്കി നമുക്ക് കുറ്റവാളിയെ കണ്ടെത്താനായി സാധിക്കുന്നതാണ്. അതുപോലെ മാതാപിതാക്കളുടെയും സന്താനങ്ങളുടെയും രക്തബന്ധമുള്ളവരുടെയും DNA പാറ്റേണുകളിൽ സാദൃശ്യവും ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഇത്തരത്തിൽ അപകട സ്ഥലങ്ങളിൽ നിന്ന്, ദുരന്ത പ്രദേശങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്ന മുടി, ത്വക്ക്, അതുപോലെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ഇങ്ങനെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നുമായിട്ട് കിട്ടുന്ന DNA എക്സ്ട്രാക്റ്റുകളിൽ നിന്നും നമുക്ക് ഈ സാദൃശ്യങ്ങൾ മനസ്സിലാക്കി അവരെ തിരിച്ചറിയുന്നതിനും സാധ്യമാണ്. 9th question: How does artificial intelligence help data analysis and discoveries in biological research? ജീവശാസ്ത്ര ഗവേഷണത്തിൽ നിർമ്മിത ബുദ്ധി എങ്ങനെയാണ് ഡാറ്റ വിശകലനത്തെയും കണ്ടെത്തലുകളെയും സഹായിക്കുന്നത്? AI plays a major role in many areas of biological study, including diseases, diagnosis, drug discovery, and genetic engineering. The following are the potential applications of AI in the field of biology: diagnosis, treatment, personalized medicines, genome sequencing, improving agriculture, pollution, bioinformatics. AI അഥവാ നിർമ്മിത ബുദ്ധി ജീവശാസ്ത്ര പഠനത്തിൽ വിവിധ മേഖലകളിൽ, അതായത് രോഗനിർണയത്തിനും മരുന്നുകളുടെ കണ്ടുപിടുത്തത്തിലും ജനിതക എഞ്ചിനീയറിംഗ് രംഗത്തും എല്ലാം തന്നെ ഒരു മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ AI ഉപയോഗിക്കുന്ന ബയോളജിയിൽ ഇതിൻ്റെ വിവിധ മേഖലകളിൽ എന്ന് പറയുന്നത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വ്യക്തിഗത മരുന്നുകൾക്ക് കണ്ടെത്തുന്നതിനും ജീനോം സീക്വൻസിനെ കുറിച്ച് അറിയുന്നതിന്, അതേപോലെ കൃഷി മെച്ചപ്പെടുത്തുന്നതിന്, പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് എല്ലാം തന്നെ നമുക്ക് നിർമ്മിത ബുദ്ധി സഹായിക്കുന്നുണ്ട്. 10th question: Prepare a note on the following concepts to present in a seminar on the possibilities of technology for environmental conservation, that is, data collection, biodiversity conservation, pollution control. അതായത് പരിസ്ഥിതി സംരക്ഷണത്തിന് സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെക്കുറിച്ച് ഒരു സെമിനാർ അവതരിപ്പിക്കുന്നതിനായി താഴെ പറയുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട്
ഒരു കുറിപ്പ് തയ്യാറാക്കുക. വിവരശേഖരണം, ജൈവ വൈവിധ്യ സംരക്ഷണം, മലിനീകരണ നിയന്ത്രണം. ഈ ഉപഗ്രഹങ്ങൾ, സെൻസേഴ്സ്, കമ്പ്യൂട്ടേഴ്സ് എന്നീ സാങ്കേതിക വിദ്യകൾ, ടെക്നോളജീസ് എല്ലാം തന്നെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും വനനശീകരണത്തെക്കുറിച്ചും മലിനീകരണത്തെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും എല്ലാം നമുക്ക് വിവരങ്ങൾ ശേഖരിക്കുന്നതിന്, അതുപോലെ തന്നെ കാലാവസ്ഥ അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് എല്ലാം നമുക്ക് വിവരങ്ങൾ നൽകുന്നതിന് ഈ സാങ്കേതിക വിദ്യകളെല്ലാം സഹായിക്കുന്നു. ഇപ്രകാരം സാങ്കേതിക വിദ്യകളിലൂടെ വിവരശേഖരണം വഴി നമുക്ക് പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നു. ജീൻ ബാങ്കുകൾ, DNA ഫിംഗർ പ്രിൻറ്റിംഗ്, ടിഷ്യൂ കൾച്ചർ ആൻഡ് റിമോട്ട് സെൻസിങ് എന്നീ മാർഗങ്ങളിലൂടെ എല്ലാം നമുക്ക് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെടികളെയും മൃഗങ്ങളെയും എല്ലാം നമുക്ക് കൺസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അവയെ സംരക്ഷിക്കുന്നതിനും മറ്റും നമുക്ക് നൂതനമായിട്ടുള്ള ഈ ടെക്നോളജികളെല്ലാം തന്നെ സഹായകമാകുന്നു. നെക്സ്റ്റ് പൊല്യൂഷൻ കൺട്രോളാണ്. അതായത് നമ്മുടെ മലിനജലത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വേസ്റ്റ് വാട്ടർ പ്യൂരിഫയിങ് പ്ലാന്റുകളുണ്ട്. അതുപോലെ തന്നെ വായു ശുദ്ധീകരണത്തിനായിട്ട് ഫിൽറ്ററുകളും കാറ്റലറ്റിക് കൺവേർട്ടേഴ്സുമുണ്ട്. അതേപോലെ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനായിട്ട് ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ് പദാർത്ഥങ്ങൾ ഉണ്ട്. ഇതോടൊപ്പം തന്നെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനായിട്ട് സോളാർ, വിൻഡ് ഉറവിടങ്ങൾ നമുക്ക്, അതായത് സൗരോർജവും കാറ്റ് മുഖേനയുള്ള ഊർജ ഉറവിടങ്ങളെയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്രകാരം നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു പരിസ്ഥിതിക്ക്, എൻവയോൺമെൻറ്റിന് നമ്മുടെ സാങ്കേതിക വിദ്യകൾ മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു.